ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ ഉണക്കക്കപ്പയും കടലയുമാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഉണക്കക്കപ്പ 1/2 കിലോ, കടല 1 കപ്പ്, പച്ചമുളക് 3 എണ്ണം, ഇഞ്ചി ചെറിയൊരു കഷ്ണം, വെളുത്തുള്ളി 3 അല്ലി, ചെറിയ ഉള്ളി 4 എണ്ണം, കറിവേപ്പില കുറച്ച്, തേങ്ങ 3/4 കപ്പ്, മുളക് പൊടി 1.5 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, വറ്റൽമുളക് 3 എണ്ണം, കടുക് 1/2 ടീസ്പൂൺ. ഞാനിവിടെ ഉണക്കക്കപ്പയാണ് എടുത്തേക്കുന്നത്. ഇത് ഇങ്ങനെ നമുക്ക് മേടിക്കാൻ കിട്ടും. ഇതിനെ ഞാൻ ഒരു 6 മണിക്കൂർ അല്ല ഒരു 4 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്ത് വെച്ചേക്കുന്നതാണിത്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റാണ്. ഇപ്പം ഇത് ഇങ്ങനെ നമുക്കിങ്ങനെ പൊടിച്ചെടുക്കാൻ പറ്റും. ഇത് നമ്മളിങ്ങനെ ഒന്ന് ആദ്യം ഇടുമ്പോൾ ഇങ്ങനെ വയ്ക്കുമ്പോഴേ നന്നായിട്ട് കഴുകിയിട്ടിടുക. അത് കഴിയുമ്പം കുതിർന്ന് കഴിയുമ്പോൾ നന്നായിട്ട് കഴുകുക. എന്നിട്ട് നമ്മളിങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ച് നമ്മൾ വേവിക്കുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഇങ്ങനെ ഒടിച്ചാൽ മതി. ചില കപ്പ നമ്മൾ ഇതിപ്പം നല്ല പെട്ടെന്ന് വേകുന്ന കപ്പയാണ്. ചിലത് നമ്മൾ കുക്കറിനകത്തിട്ട് വേവിച്ചാലേ വേഗത്തുള്ളൂ. അപ്പം ഞാനിപ്പോൾ ഇത് ചെരുവത്തിൽ തന്നെയാണ് വേവിക്കുന്നത്, കുക്കറിനകത്ത് വെക്കുന്നില്ല. ഞാനിവിടെ കടലയും കപ്പയും കൂടാണ് വേവിക്കുന്നത്, ഒരുമിച്ചിട്ട് വേവിച്ചെടുക്കുവാണ്. ഇനി ഇതുപോലെ തന്നെ മൊത്തം ഒന്ന് ഒടിച്ചെടുക്കാം നമുക്ക്. ഞാനിവിടെ അപ്പോൾ കപ്പ വെള്ളത്തിലിട്ട് ഒന്നുകൂടി കഴുകി എടുത്തിട്ട് ഇത് വേവിക്കാൻ വേണ്ടി വെച്ചേക്കുവാണ്. ഇനി നമുക്ക് തീ കത്തിക്കാം. അത് കഴിഞ്ഞിട്ട് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. നമുക്ക് കപ്പ വേകുന്ന സമയം കൊണ്ട് കടല കൊണ്ടൊന്ന് വേവിക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു കുക്കർ എടുക്കാം. ഇത് ഞാൻ ഇപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റുകയാണ്. ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുക്കർ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കാം നമുക്ക്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ മസാലപ്പൊടിയൊന്ന് നമുക്കൊന്ന് മൂപ്പിക്കണം. അതിനാണ് ഞാനിപ്പോൾ എണ്ണ ഒഴിച്ചത്. ഇപ്പോൾ എണ്ണ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ചെറു തീയിൽ വെക്കണമെന്നേ ഉള്ളൂ. മുളക് പൊടി അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ട മല്ലിപ്പൊടി, ഗരം മസാല. ഇത് നന്നായിട്ടൊന്ന് മൂക്കണം. എന്നിട്ട് ഒരു 6 മണിക്കൂർ കുതിർത്ത കടലയാണ് എടുക്കുന്നത്. കറുത്ത കടലയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇത് ഞാൻ രാവിലെ വെള്ളത്തിലിട്ടതാണത്. എന്നിട്ട് നമ്മളിനി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് മസാല ഒന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും മസാല മൂത്തിട്ടുണ്ട്. ഇനി കടല ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു 3 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പില, അതുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഉപ്പും കൂടി ഇടുക. എന്നിട്ട് ഈ കടല ഒന്ന് വേവിക്കാം നമുക്ക് നന്നായിട്ട്. ഒരു 4 വിസിൽ വരുന്നിടം വരെ കടലയൊന്ന് വേവിച്ചെടുക്കാം. കുക്കർ അടയ്ക്കാൻ പോവാണ്. നമുക്ക് ഈ കടലയും കപ്പയും വേകുന്ന സമയം കൊണ്ട് അതിന് വേണ്ടി ഒരു അരപ്പുണ്ടാക്കണം. തേങ്ങ എടുത്തിട്ടുണ്ട് ചിരങ്ങിയത്,
പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, പച്ചമുളക്, ഇതൊന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. നമ്മുടെ കപ്പ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ കൈ കൊണ്ട് എടുക്കുമ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് ഉപ്പിട്ടിട്ട് വാർക്കാം. ഞാൻ ഇതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കുവാണ്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കപ്പയ്ക്ക് നല്ലൊരു കളർ കിട്ടും. ഈ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്കിതങ്ങ് വെള്ളം ഊറ്റിക്കളയാം. ഞാൻ കപ്പ ഊറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ തേങ്ങ അരച്ച കൂട്ടില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ആവി കയറ്റാം. ചെറിയ തീയിൽ വെച്ചിട്ട് ആവി കയറ്റി കൊടുക്കാം. അപ്പം മൂടി വെച്ചു. നമുക്കിത് ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന കടലയും അതിൻ്റെ ചാറും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ കടല ഇങ്ങനെയാണ് വേവിച്ച് വെക്കുന്നത്. കുറച്ച് ചാറ് കാണും, ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക്. ആ കടലയും കപ്പയും തേങ്ങയുടെ കൂട്ടും കൂടെ നന്നായിട്ട് ഇതിൻ്റെ അകത്ത് പിടിക്കണം. അപ്പോൾ നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ ഇല്ലയോ നോക്കണം. ഇല്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമുക്കിതിലേക്ക് കടുകും കൂടെ പൊട്ടിച്ച് ചേർക്കണം. ഇപ്പം ഞാനിതിലേക്ക് കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കുവാണ്, പച്ചയ്ക്ക് തന്നെ. ഇനി ബാക്കി കടുക് പൊട്ടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം. നമ്മൾ ബീഫൊക്കെ ഇട്ട് വേവിക്കുന്ന കണക്ക് തന്നെയാണിത്. ഇത് ആ ചാറിൻ്റെ അകത്ത് കിടന്ന് കപ്പയും എല്ലാം നന്നായിട്ട് മിക്സ് ആകണം. ഇപ്പം തന്നെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് പൊട്ടിച്ച് ചേർക്കാം. ഞാൻ ഇപ്പുറത്ത് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ്. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങി. വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 ചെറിയ ഉള്ളി അരിഞ്ഞത്, കുറച്ച് കരിവേപ്പില. അപ്പോൾ നമുക്ക് ആ കടുക് പൊട്ടിക്കുന്ന ഓപ്ഷൻ വേണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങ് മാറ്റാം. നമുക്ക് ഇതുപോലെ തന്നെ കപ്പ ഉപയോഗിക്കാം. കടുക് ചേർത്ത് ചേർത്ത് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്, അത്രേ ഉള്ളൂ. നന്നായിട്ട് മൂക്കട്ടെ. ഇവിടെ കടുകൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക്. നമ്മുടെ കപ്പയും കടലയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പം ഉണക്കക്കപ്പ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ കപ്പയും കൊണ്ട് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്